തിരൂർ സതീഷ് ഇവിടെ ഞാൻ ശ്രീകാന്തിനോട് എത്ര ആവർത്തി ശരി ഇവിടെ ഞാൻ ശ്രീകാന്തിനോട് എത്ര ആവർത്തി ചോദിച്ചാലും ഇ.ഡി. എന്തുകൊണ്ട് താങ്കൾ നടത്തിയ അതിനിർണായകമായ കേരളം ഞെട്ടിയ വെളിപ്പെടുത്തലിൽ ഇ.ഡി. മാത്രം ഞെട്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇ.ഡിക്ക് താങ്കളുടെ ഫോൺ നമ്പർ ആർക്കും കിട്ടും. താങ്കളെ ഫോണിൽ വിളിച്ച് എന്തുകൊണ്ടാണോ മിസ്റ്റർ സതീഷ് താങ്കൾ ഇങ്ങനെ പറയാനുള്ള കാരണം എന്ന് രണ്ട് വാക്ക് ചോദിക്കാത്തതിന് കാരണം എന്താണ് എന്ന് ഉത്തരം താങ്കൾക്കുണ്ടോ? ഇത് പറഞ്ഞ ആളെന്നുള്ള നിലയ്ക്ക് ഞാൻ പറയട്ടെ അല്ല ഇല്ല 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 ചോദ്യം ഇല്ല 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 ചോദ്യം ഇല്ല അരുത് പ്ലീസ് അരുത് താങ്കൾ പറഞ്ഞു ഞാൻ ഇല്ല ചോദ്യം സതീഷോടാണ്. അതായത് ആഷ്മി എന്നോടാണല്ലോ ചോദ്യം, എന്നോടാണല്ലോ ചോദ്യം, ഞാനാണല്ലോ മറുപടി പറയേണ്ട ആള്. അതായത് ആഷ്മി ഇത്ര പ്രാവശ്യം ആഷ്മി ഇത്ര തവണയും ആവർത്തിച്ച് ചോദിച്ചിട്ടും ഈ ബി ജെ പിയുടെ പ്രതിനിധിയായ അഡ്വക്കേറ്റ് കെ ശ്രീകാന്ത് എന്നല്ല ബി ജെ പിയുടെ ഒരു പ്രതിനിധിക്കും നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാനായിട്ട് സാധിക്കില്ല. സാധിക്കണമെങ്കിൽ ഈ ഫണ്ട് എങ്ങനെ വന്നു എന്നുള്ളത് ഇവർ പറയേണ്ടി വരും. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ എന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിന് മറുപടി പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാം. എന്നെ അവിടുന്ന് പുറത്താക്കിയ ഒരാളുടെ കാര്യങ്ങൾ എന്തിനാണ് അന്വേഷിക്കുന്നത് എന്നൊക്കെ ചോദിച്ചത്. എന്നെ പുറത്താക്കിയത് ആരാ നിങ്ങളോട് പറഞ്ഞ്? എൻ്റെ സുഹൃത്ത്, എന്നെ ബി ജെ പി ഓഫീസിൽ നിന്ന് പുറത്താക്കിയതാണ്. ആർക്കാ അങ്ങനെ പുറത്താക്കിയത്? എങ്ങനെയാണ്? നിങ്ങൾ എന്തെങ്കിലും ഒരു കടലാസ് എനിക്ക് തന്നിട്ടുണ്ടോ പുറത്താക്കിയെന്ന് പറഞ്ഞിട്ട്? ഞാൻ അവിടുന്ന് സ്വമേധയാ 2 മാസം ലീവ് ചോദിച്ചിട്ട് ഓഫീസിൻ്റെ താക്കോല് ആ സമയത്താണ് ഞാൻ പ്രസിഡൻറ്റിനെ ഏൽപ്പിച്ചിട്ട് നല്ല രീതിയിൽ ഇങ്ങോട്ട് പോരുന്നത്. പിന്നെ എന്തിനാണ് എന്നെ പുറത്താക്കിയാളെ 1 മാസം കഴിഞ്ഞ കറക്റ്റ് ഞാൻ അവിടുന്ന് വന്ന് 1 മാസം കഴിഞ്ഞപ്പോൾ ജില്ലാ പ്രസിഡന്റ് എന്നെ വിളിച്ചത് എന്തിനാണ്? അതൊക്കെ നിങ്ങൾ പറയുന്ന നൊടിന്യായങ്ങളാണ്. അതിലൊന്നും വലിയ കഴമ്പുള്ള കാര്യങ്ങളല്ല. മനസ്സിലായ? പിന്നെ വേറൊരു കാര്യം പറയണത്, ഇദ്ദേഹം ഈ ആഷ്മി വീണ്ടും ആവർത്തിച്ച ചോദ്യങ്ങൾക്ക് ഒരു മറുപടിയും പറയാൻ സാധിക്കില്ല. എന്താ കാരണം എന്ന് വിചാരിച്ചാൽ ഇത് ചെയ്തിട്ടുള്ള ആളുകൾക്കാണ് ഇതിന് മറുപടി പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇ.ഡി. ഇപ്പോൾ കൊടുത്തത് കുറ്റപത്രം കൊടുത്തു, അതിൽ നേതാക്കന്മാർക്കൊന്നും പങ്കില്ല എന്ന് പറഞ്ഞു എന്നാണ് ഇപ്പോൾ ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഇ.ഡി. കൊടുത്തിട്ടുള്ളത് കുറ്റപത്രമല്ല, ശരിക്കും ബി ജെ പി നേതാക്കൾക്ക് വേണ്ടിയിട്ട് താമ്രപത്രമാണ് കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? അല്ലാണ്ട് അത് കുറ്റപത്രം എന്നല്ല ഇതിനെ പറയുക. ഒന്ന്, ഇത് ഇ.ഡി. ഇത് കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ഇ.ഡി. എന്താണ് അന്വേഷിക്കേണ്ടത്? പോലീസ് അന്വേഷിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ എന്താണ്? പോലീസ് എന്താണ് ഇ.ഡിക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ള രേഖകൾ എന്താണ്? അതിനെക്കുറിച്ചിട്ട് അന്വേഷിക്കണ്ടേ? കള്ളപ്പണം വന്നു എന്ന് പറയുമ്പോൾ കള്ളപ്പണം വന്നതിൻ്റെ ഉറവിടം എവിടെ? അതാണല്ലോ ഇ.ഡി. അതിൽ നിന്നാണല്ലോ തുടങ്ങേണ്ടത്. എവിടെ ആര് കൊണ്ടുവന്നു? ധർമ്മരാജന്റെ പണമാണ്. ധർമ്മരാജന്റെ പണം ഈ ട്രാവൻകൂർ കൊട്ടാരം വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്. ട്രാവൻകൂർ കൊട്ടാരം ആരുടെ തുഷാർ വെള്ളാപ്പള്ളി ഉടമസ്ഥ എനിക്ക് അറിയില്ല ആണെന്ന് പറയുന്നു. ഇതുവരെ തുഷാറിനോട് ചോദിച്ചിട്ടുള്ള കാര്യം അതൊന്നും അറിയില്ല. പക്ഷെ ഇ.ഡി. പറയുകയാണ് അത് ആദായ നികുതി വകുപ്പ് അന്വേഷിക്കണമെന്ന് പറയാണ്. ഈ പണത്തിന്റെ സോഴ്സ് ആദായ നികുതി വകുപ്പ് അന്വേഷിക്കണമെന്ന് പറയുകയാണ്. ഇ.ഡിക്ക് അവിടെ പരിമിതിയാണ് കേട്ടോ. ഒരു ജോർജ് സോറോസ് പറഞ്ഞ് ബാംഗ്ലൂരിലെ ഏതോ കമ്പനികൾ കയറി നിരങ്ങുക ഈ ദിവസങ്ങളിൽ. അല്ല, ഇതെല്ലാം കേന്ദ്ര ഏജൻസികളാണല്ലോ. ഇതിപ്പോൾ അവിടേക്ക് കൊണ്ടുവന്ന പണമാണെന്ന്. ഈ പണം എങ്ങനെ കിട്ടി? ഈ ധർമ്മരാജ് എന്ന് പറഞ്ഞ ആൾ കൊണ്ടുവന്ന പണത്തിന് അദ്ദേഹത്തിൻ്റെ സോഴ്സ് എന്തായിരുന്നു? ഈ പണം കൊണ്ടുവരുമ്പോൾ തൃശ്ശൂർ വന്നു, പാർട്ടിയുടെ ജില്ലാ കാര്യാലയത്തിലാണ് ഈ പണം വന്നിട്ട് 6 ചാക്കുകൾ ഇവിടെ കൊണ്ടുവച്ചത്. പാർട്ടിയുടെ ജില്ലാ കാര്യാലയം ക്ലോക്ക് റൂമല്ലല്ലോ. ആളുകൾക്ക് വരുന്നവർക്കും പോകുന്നവർക്കും വേണ്ടി സാധനങ്ങൾ വാങ്ങിക്കുന്ന ഒരു സ്ഥലമല്ല ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസ്. ഒന്ന്. രണ്ടാമത് ബി ജെ പിയുടെ ഒരു ചുമതലയിലും ഇദ്ദേഹത്തിന് ഉണ്ടെന്ന് എൻ്റെ അറിവിലില്ല. പിന്നെ പാർട്ടിയുടെ നേതാക്കൾ പാർട്ടിയുടെ സ്വന്തം പണം കൊണ്ട് എന്തിനാണ് റൂം ഇദ്ദേഹത്തിന് വേണ്ടി എടുത്തു കൊടുത്തത്? എന്തിനാണ്? ബി ജെ പി ആയിട്ട് ബന്ധമില്ല കൊട്ടാരം മേടിക്കാൻ പോണ ആൾക്ക് എന്തിനാണ് ബി ജെ പി ഓഫീസുകാർ റൂം എടുത്ത് കൊടുക്കുന്നത്? അത് കഴിഞ്ഞ് അവിടുന്ന് അദ്ദേഹം കൊടകരയ്ക്ക് പോകാമെന്ന് പറഞ്ഞു. ആലപ്പുഴയ്ക്ക് പണം കൊണ്ടുപോകാനായിട്ട് പോകുമ്പോൾ കൊടകരയിൽ വെച്ച് കവർച്ച നടത്തി. ഈ കവർച്ച നടത്തിയിട്ട് ആദ്യം ധർമ്മരാജൻ വിളിച്ചത് ബി ജെ പിയുടെ നേതാക്കളെയല്ലേ? ബി ജെ പിയുടെ നേതാക്കൾ പുലർച്ചയ്ക്ക് മുന്നേ ജില്ലാ നേതാക്കൾ, മേഖലാ സംഘടനാ സെക്രട്ടറി ഉൾപ്പെടെ കൊടകരയിലെത്തി. എന്താ ധർമ്മരാജന് വേറെ ആൾക്കാരായിട്ടൊന്നും ബന്ധമില്ല, അവരെ ആരും വിളിച്ചില്ലല്ലോ. എന്ത് ബി ജെ പിയുടെ നേതാക്കന്മാരെ മാത്രം വിളിച്ചിട്ട് പോയത് എന്തിനു വേണ്ടിയിട്ടാണ്? അതിന് മറുപടി പറയേണ്ടത് ബി ജെ പി ആണല്ലോ. ബി ജെ പിയുടെ നേതാക്കളല്ല മറുപടി പറയേണ്ടത്. ഞാൻ പറഞ്ഞ കാര്യം എന്താ? ഇത് സാധാരണക്കാരുടെ ഒരു പാർട്ടിയാണ് ബി ജെ പി. ഞാനൊക്കെ 10-30 വർഷമായിട്ട് ഈ പാർട്ടിക്ക് വേണ്ടി പണിയെടുത്തിട്ടുള്ള ഒരാളാണ്. ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് നിരവധി സമരങ്ങൾക്ക് ഞാൻ പങ്കെടുത്തിട്ട് പോലീസ് ലാത്തി ചാർജ് വരെ വാങ്ങിച്ചിട്ടുള്ള ഒരാളാണ്.
മനസ്സിലായ? ഞാൻ പഠിച്ചിട്ടുള്ള BJP-യുടെ ശൈലി ഇതല്ല ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇങ്ങനെയല്ല BJP-യുടെ പ്രവർത്തനം ഞാൻ പഠിച്ചിട്ടുള്ളത്. ഇതിപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാർട്ടിയുടെ ഓഫീസിൽ പണം, ഇലക്ഷന് വേണ്ടിയിട്ട് പണം വരിക, പാർട്ടിയുടെ ദേശീയ നേതാക്കൾ തൃശ്ശൂർ വരുമ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പണം വരിക, ഇത് കൂടാണ്ട് പുറമെയുള്ള പിരിവുകൾ നടത്തുക. ഇതൊക്കെയാണോ, ഇതിന് വേണ്ടിയിട്ടാണോ രാഷ്ട്രീയ പ്രവർത്തനം അല്ലെങ്കിൽ ചുമതലകൾ കൊണ്ടു നടക്കുന്നത്? ഞാനത് പഠിച്ചിട്ടില്ല. BJP-യുടെ ഒരു പ്രവർത്തകനും അങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ടാവില്ല. ധാർമ്മിക രാഷ്ട്രീയത്തിന്റെ വിശാലമായ ചോദ്യമാണ്. ധാർമ്മിക രാഷ്ട്രീയത്തിന്റെ വിശാലമായ ചോദ്യങ്ങൾക്കൊക്കെ ഇക്കാലത്ത് നമ്മൾ സംസാരിക്കാന്ന് പറയുന്നത് പദം അപഹാസ്യത വരും. ഈ കാര്യങ്ങളെ അന്വേഷിക്കേണ്ട കാര്യങ്ങള് എന്നോട് ഈ കാര്യങ്ങൾ എന്നെ ചോദിച്ചിട്ടില്ല. എന്നോട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കേട്ടെ, നിങ്ങൾ സംസാരിച്ചില്ലേ, ഞാൻ പറഞ്ഞു കേട്ടെ, എന്നിട്ട് സംസാരിക്കും, ഞാൻ മറുപടി പറയാം. ഞാൻ മറുപടി പറയാന്നേ. എന്തിനാ ധർമ്മരാജൻ എന്താണ് BJP ഓഫീസായിട്ട് ബന്ധം? രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ നിങ്ങൾ ത്യാഗോചനൊന്നും പറയണ്ട. ഇവിടെ ഇന്ന് ഈ സംഭവം നടത്തിയ ജില്ലാ നേതാക്കന്മാരുടെ കൂടുതൽ പാർട്ടിയിൽ പ്രവർത്തന പരിചയമുള്ള ആളുകളാണ് ഞാൻ. തൃശ്ശൂരത്തെ പാർട്ടിയുടെ പഴയ ആളുകളും സജീവ പ്രവർത്തകരോട് നിങ്ങൾ അന്വേഷിക്കുമോ? പഴയ നേതാക്കളെയും പാർട്ടിയുടെ പുറത്താക്കാൻ നിങ്ങൾക്ക് പാർട്ടിയുടെ ജില്ലാ അധികാരമുള്ളത് പാർട്ടിയുടെ പുറത്താക്കാനായിട്ട്. സതീഷിനെ പാർട്ടി പുറത്താക്കിയ താങ്കൾക്ക് തെളിവുണ്ടോ? താങ്കൾ പറഞ്ഞ ഡേറ്റിന് ശേഷവും സതീശൻ പാർട്ടിയെ പണം ഇട്ടുണ്ട്. ചുമ്മാ നിങ്ങൾ പറഞ്ഞ ആ ദിവസങ്ങൾ പറഞ്ഞതൊക്കെ വ്യാജമാണ്. എനിക്കെതിരെ എന്തോ PRN എന്ന് പറയുന്ന പോലെ മൊത്തം കള്ളമായിരുന്നു നിങ്ങൾ പറഞ്ഞത്. ഒന്നാമത് നിങ്ങൾക്ക് പാർട്ടിയുടെ, അതായത് ഈ വിഷയം സംസാരിക്കാനായിട്ട് നിങ്ങൾ വരുമ്പോൾ അറ്റ്ലീസ്റ്റ് BJP തൃശ്ശൂർ ജില്ലയെ കുറിച്ചിട്ട് ആദ്യം മനസ്സിലാക്കി എന്നിട്ട് സംസാരിക്കാൻ വരൂ. അല്ലാതെ വേറെ വന്ന് സംസാരിച്ചിട്ട് കാര്യമില്ല. വന്ന് ഈ പണം കട്ടുകൊണ്ടുപോയ ആളുകളോട് തന്നെ വിവരം ചോദിച്ചിട്ട് വന്ന് ചർച്ചയിൽ വന്നിരുന്നിട്ട് വാട്സപ്പ് നോക്കിയിട്ട് വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇതൊന്നും നോക്കാതെയാണ്, ഞാൻ പകല് പോലെ കണ്ട കാര്യങ്ങളാണ് ഞാൻ മുഖത്ത് നോക്കി നിങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് ഇതാരെങ്കിലും അന്വേഷിച്ചിട്ട് പറഞ്ഞു തരേണ്ടി വരും. ഇത് ആളുകൾ പറഞ്ഞത് അനുസരിച്ച് കേട്ടിട്ട് ഇങ്ങോട്ട് പറഞ്ഞു വരരുത്. ഇതിൽ പങ്കൊന്നുമില്ലല്ലോ, പിന്നെന്തിനാണ് ഈ കട്ടുകൊണ്ടുപോയ ആളുകൾക്ക് ന്യായീകരിക്കുന്നത്? ഓക്കെ.